സകലം രാധാകൃഷ്ണാർപ്പണമസ്തു. ജി രാധേ രാധേ. ശ്രീകൃഷ്ണ ശരണം മമ. സുമൻസുകളായ ഏവർക്കും വംശിയിലേക്ക് സ്വാഗതം. ഇന്ന് അപരാ ഏകാദശി മഹാത്മ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പൂജാവിധി, തിഥി, അപരാ വഴിപാട്, ആരാധനാ രീതി, പ്രാധാന്യം ഇവയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈശാഖ മാസത്തിലെ നാമജപം എന്ത് ചെയ്താലും 7 തലമുറക്കായി നീക്കപ്പെടും. ലക്ഷ്മി നാരായണന്റെ നിറസാന്നിധ്യമുള്ള മാസം. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ ആലാണെന്നും പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനും വ്രതങ്ങളിൽ വെച്ച് ഏകാദശിയുമാണെന്നും മാസങ്ങളിൽ വെച്ചോ ഞാൻ മാധവ മാസമാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള മാധവ മാസത്തിലെ അതിശ്രേഷ്ഠമായ പുണ്യദിനമാണ് അചല ഏകാദശി അഥവാ അപരാ ഏകാദശി. 2 ഏകാദശിയാണ് ഉള്ളത്. ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും. ഈ പ്രാവശ്യത്തെ അപരാ ഏകാദശി 2025 മെയ് 23 തന്നെ തിഥി തുടങ്ങുന്നുണ്ട്. 1:12 AM തുടങ്ങി 10:30 വരെയാണ് ഉള്ളത്. ഹിന്ദിയിൽ അപര എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്തത്. ഇത് അനുഷ്ഠിക്കുന്ന ഭക്തന് ആരാധ്യൻ പരിധിയില്ലാത്ത പുണ്യവും ഐശ്വര്യവും ധനം പാപമോചനം മോക്ഷം എന്നീ പരിധികളില്ലാത്ത പുണ്യങ്ങൾ നൽകുന്നു. സ്വർണം ഗോക്കൾ കുതിര ആന എന്നിവ ദാനം നൽകുന്ന പുണ്യത്തിന് സമം. കൊടും പാപങ്ങളിൽ നിന്ന് പോലും മോചനം ലഭ്യമാകുന്നു. നെല്ലരി ധാന്യങ്ങൾ ഗോതമ്പ് ചോറ് താമസ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്ന ചായ കാപ്പി ഉച്ചയുറക്കം ദുർജന സമ്പർക്കം ഹിംസ എന്നിവ വർജിക്കേണ്ടതാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമനനെയാണ് പൂജിക്കേണ്ടത്. പൂജാവിധി പ്രകാരമാണ്. ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ സസ്യബുക്കായിക്കൊണ്ട് ബ്രഹ്മചര്യം നോക്കേണ്ടതാണ്. ഏകാദശി രാത്രി 12 മണിവരെ ഉറക്കമുണർന്ന് തറയിൽ കിടക്കണമെന്നാണ് വയ്പ്. പക്ഷെ എല്ലാം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കണക്കാക്കിക്കൊണ്ടാവണം. കാരണം ഭഗവാൻ അറിയാം നമ്മുടെ അവസ്ഥകളും ആരോഗ്യവും. വയസ്സായ ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാകാം. അപ്പോൾ എല്ലാം അത് മാത്രമല്ല നിർജ്ജലമായിട്ട് എടുക്കാം. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കുന്നവരുണ്ട്. തുടക്കക്കാർക്ക് പാലും പഴവും കൂടാതെ മണ്ണിൽ വളരുന്ന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പുഴക്ക് കഴിക്കാവുന്നതാണ്. സാബുദാന കൊണ്ട് കിച്ചടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമുടുത്ത് ഭഗവാന് വിളക്ക് വെച്ചിട്ടായിരിക്കണം ദിവസം ആരംഭിക്കേണ്ടത്. ദശമി ദിവസം ഒരിക്കൽ മാത്രമാണ് ഊണ്. രാവിലെയും വൈകിട്ടും അരിയല്ലാതെ ലഘുഭക്ഷണമാവാം. ഭഗവാന് പുഷ്പങ്ങളോ ഫലങ്ങളോ തോയമോ സമർപ്പിക്കാവുന്നതാണ്. ആരാധനാ രീതി. അന്നേ ദിവസം അമ്പലത്തിൽ പോകാൻ സാധിച്ചാൽ ഉത്തമം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദർശനം എടുക്കുന്നവർ യഥാശക്തി വഴിപാടുകൾ നൽകാവുന്നതാണ്. സഹസ്രനാമാർച്ചന പുരുഷ സൂക്തം കൊണ്ടുള്ള അർച്ചന വിദ്യാഗോപാല മന്ത്രം എന്നിവ ഉത്തമമാണ്. വൈഷ്ണവർ 2 ഏകാദശി തിഥി വരുമ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ആചരിക്കുന്നത്. ഈ അപരാ ഏകാദശി ദിവസം ഭദ്രകാളി അമ്മയെ ഭജിക്കാവുന്നതാണ്. പഞ്ചാബ് ഹരിയാന ഒറീസ എന്നിവിടങ്ങളിൽ ഈ ദിവസം ഭദ്രകാളി ഏകാദശി എന്നാണ് പറയുന്നത്. ഒറീസയിൽ ഇത് ജയകൃതി ഏകാദശിയാണ്. ഇത് ഭഗവാൻ ജഗന്നാഥന് ബഹുമാനാർത്ഥം സമർപ്പിച്ചിരിക്കുന്നു. അന്നേ ദിവസം ഭഗവാനെ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഭജിക്കാം. കൂടാതെ നാരായണത്തിലെ വാമന അവതാരം വായിക്കുന്നത് ഉത്തമമാണ്. ഏകാദശി ദിവസം ഉപവസിച്ച് വൈകുന്നേരം വ്രതകഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാം. കൂടാതെ ഈ വ്രതകഥ മറ്റുള്ളവരെ കൂടി കേൾപ്പിച്ചാൽ അതിന്റെ പുണ്യം നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഈ ഏകാദശി പേര് പോലെ തന്നെ പരിധിയില്ലാത്ത വിഷ്ണു പ്രീതിക്ക് അധിഷ്ഠിതമാണ്. ഭഗവാന്റെ പ്രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളുകൾ ആ പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കടാക്ഷത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അമ്പലങ്ങളിലായിട്ടും വഴിപാടുകളൊക്കെ ആയിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ടാണല്ലോ. ഭഗവാന് ആഗ്രഹമുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വസിക്കണമെന്നുള്ളത്. ഏകാദശി ദിവസം ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ കൂടി ശൗചം ഉണ്ടാകേണ്ടതാണ്. ഭഗവാന്റെ കൃപയാൽ ഭക്തർക്ക് സന്തോഷവും അളവറ്റ സമൃദ്ധിയും ലഭിക്കുന്നു. എന്നാൽ ഭക്തർ ഏകാദശി നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ശ്രദ്ധാപൂർവം ഏകാദശി എടുക്കുന്നവർ തന്റെ സൽപ്രവൃത്തി കാരണം വളരെ പ്രശസ്തരായി തീരുമെന്ന് ഭഗവാൻ ശ്രീഹരി വിഷ്ണു യുധിഷ്ഠിരനോട് പറയുകയുണ്ടായി. കൂടാതെ പാപങ്ങൾ ഹനിക്കപ്പെടുമെന്നും മാത്രമല്ല മോക്ഷദായകവുമാണെന്ന്.
കാർത്തിക മാസത്തിലെ ഗംഗാ സ്നാനത്തിന് തുല്യമായ ഗുണങ്ങൾ ഈ വ്രതം നൽകുന്നതാണ്. ഇന്നേ ദിവസം ഈ വഴിപാടുകൾ കഴിക്കുന്നത് അത്യുത്തമമാകുന്നു. ആൽമരത്തിന് വെള്ളം സമർപ്പിക്കാം, ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കാം, വെറ്റില സമർപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്നതോടൊപ്പം കടത്തിൽ നിന്നും മുക്തി നേടുന്നു. ഭഗവാന് നിവേദ്യമായിട്ട് പായസമോ ശംഖുകൊണ്ട് ജലം കൊണ്ടുള്ള അഭിഷേകമോ നടത്താവുന്നതാണ്. ഇന്നേ ദിവസം ദ്വാദശാക്ഷരി മന്ത്രമോ അഷ്ടാക്ഷരി മന്ത്രമോ ജപിക്കാവുന്നതാണ്. ആരാധന സമയത്ത് ഈ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്നീ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഭക്തന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു എന്നാണ് പത്മപുരാണം പറയുന്നത്. ഈ നാളിൽ ആവശ്യക്കാർക്ക് ധാന്യങ്ങൾ, മധുര പലഹാരങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാവുന്നതാണ്. കൂടാതെ ഭഗവാന് അവലോ ശർക്കരയോ പയറോ നൽകാവുന്നതാണ്. ഭഗവാന് മഞ്ഞപ്പൂക്കളും മഞ്ഞ വസ്ത്രങ്ങളും സമർപ്പിച്ചാൽ വ്യാഴഗ്രഹം ജാതകത്തിൽ ശക്തമാകുന്നു. ആവശ്യത്തെ അപരാ ഏകാദശി അനുഷ്ഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.